ഹായ് ഗൈസ്, ഇന്ന് ഞാനൊരു ക്രാഫ്റ്റ് വർക്കാണ് ചെയ്യാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു 4 സ്മൈലി ഫേസസ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ഓർക്കും ഇതെന്തിനാണ് ഇപ്പോൾ സ്മൈലി ഫേസസ് ക്രിയേറ്റ് ചെയ്യുന്നത്? അതായത് ഐമയുടെ സ്കൂളിലെ യെല്ലോ ഡേ ആണ്. അപ്പോൾ അതിൻ്റെ തീം എന്ന് പറയുന്നത് ഇമോജീസ് ആണ്. അപ്പോൾ അതിന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. അതിനുവേണ്ടി ഒരു യെല്ലോ ചാർട്ട് എടുത്ത് നല്ലൊരു റൗണ്ട് ഷേപ്പിൽ ഒരു 8 പീസ് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം 8 പീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ആവശ്യമുണ്ട്, അത് വഴിയെ മനസ്സിലാവും. അതിനുശേഷം ഒരു റെഡ് ഫോം ഷീറ്റ്, ഞാൻ ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് എടുത്തിരിക്കുന്നത്, അതിൽ 2 ലവ് വരച്ച് അത് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ലവ് ഫേസാണ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ലിപ്പ്, ബ്ലാക്ക് ചാർട്ട് എടുത്ത് ലിപ്പ് കറക്റ്റ് ചെയ്ത് അത് വരച്ചെടുക്കുക, കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് ഫേസ് റെഡി ആയിട്ടുണ്ട്, ദാറ്റ്സ് ലവ് ഫേസ്. ദെൻ സെക്കൻഡ് ഫേസ്, അതിന് വേണ്ടിയിട്ട് 2 കണ്ണുകൾ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ബ്ലാക്ക് ചാർട്ടിൽ തന്നെ ഒരു ലിപ്പും കൂടെ വരച്ച് ആ ലിപ്പും കൂടെ കട്ട് ചെയ്തെടുക്കുക. ഇതാണ് ഹാപ്പി ഫേസാണ് ചെയ്യുന്നത്, സ്മൈലിയിലെ ഹാപ്പി ഫേസാണ്. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് ചില്ലി ഫേസാണ്. അതിന് നമ്മൾ യെല്ലോ ചാർട്ടിൻ്റെ അളവിൽ ഒരു ബ്ലാക്ക് ചാർട്ട് വെച്ച് നോക്കുക, എന്നിട്ട് അതിൻ്റെ സ്പെക്സിൻ്റെ സ്റ്റൈലിൽ കട്ട് ചെയ്തെടുക്കുക. ദെൻ എഗെയിൻ ഒരു സ്മൈലിംഗ് ഫേസ് വരിക. അതിന് ശേഷം അപ്പം നമ്മുടെ തേർഡ് ഫേസും ക്രിയേറ്റ് ആയിരുന്നു. ഫോർത്ത് ഫേസ് ആംഗ്രി ഫേസ്, അതിന് വേണ്ടിയിട്ട് 2 കണ്ണുകൾ കട്ട് ചെയ്തെടുക്കുക. പിന്നെ പുരികം കട്ട് ചെയ്തെടുക്കുക. പുരികം മീൻസ് ഒരു റാ പോലെ വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഫേസിൽ ആംഗ്രി വരുന്ന രീതിയിൽ വേണം ലിപ്പ് കട്ട് ചെയ്തെടുക്കാൻ. അങ്ങനെ 4 ഫേസസും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത പീസസ് എല്ലാം ഒട്ടിച്ച് വെക്കുക. കാരണം ഞാൻ ഒട്ടിച്ചില്ല, ജസ്റ്റ് എല്ലാം കറക്റ്റാക്കിയതിന് ശേഷം ആണ് ഒട്ടിക്കുന്നത്. അതിന് ശേഷം ഈ കട്ട് ചെയ്ത ഓരോ റൗണ്ട് പീസ്, അതായത് ഇപ്പോൾ ലവ് ഫേസിൻ്റെ ബാക്കിൽ ഫുൾ ഒട്ടിക്കരുത്, ഒരു ഹാഫ് പോർഷനിൽ കൂടുതൽ ഒട്ടിച്ച് വെക്കുക, 2 പീസും കൂടെ. അങ്ങനെ എല്ലാ പീസിലും ഒട്ടിച്ച് വെക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഡോളൊക്കെ ഉണ്ടാക്കുന്ന പഞ്ഞിയുണ്ടല്ലോ, അത് അതിലേക്ക് കയറ്റി വയ്ക്കുക. നന്നായിട്ട് വെച്ചതിന് ശേഷം ആ പോർഷനും നല്ലപോലെ ഒട്ടിച്ച് വെക്കുക. അപ്പം നമുക്കൊരു ഡോളിൻ്റെ പോലെ കിട്ടും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, 8 പീസസ് കട്ട് ചെയ്യണമെന്ന്. കാരണം ഇതിൻ്റെ ബാക്ക് സൈഡിലൊരു പീസ് വരണം. അപ്പോൾ എന്നാലേ നമുക്ക് ഈ ഒരു രീതിയിൽ ഇത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഡോൾ ഫേസ്, ഡോളിൻ്റെ സ്റ്റൈലിൽ ഇമോജീസ് ഒക്കെ ഇട്ട് ലാസ്റ്റ് ഇത് ഇട്ട് വെക്കാൻ ഒരു സ്പേസ് വേണമല്ലോ എന്നോർത്ത് ഞാനൊരു പഴയ ബോക്സ് ഇരുന്നത് കട്ട് ചെയ്ത് ഒരു ബാസ്ക്കറ്റ് പോലെ സെറ്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ ഫേസസ് എല്ലാം അതിനകത്ത് ഇട്ട് വെച്ചു. അപ്പോൾ അടിപൊളിയായിട്ട് ഒരു ബാസ്ക്കറ്റ് പോലെ പിടിച്ചുകൊണ്ട് പോകാം, ഒരു സ്മൈലി ബാസ്ക്കറ്റ് പോലെ ഇരിക്കുന്നുണ്ട്. നല്ല സൂപ്പർ സാധനമായിരുന്നു. അയിമകം ഉറക്കമായിരുന്നു ഞാനത് ചെയ്യുന്ന സമയത്ത്. എണീച്ചപ്പം കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നല്ല അടിപൊളി ഒരു യെല്ലോ ഡ്രസ്സൊക്കെ ഇട്ട് ഇതുമൊക്കെ പിടിച്ചപ്പോൾ നല്ലൊരു മഞ്ഞക്കിളി പോലെ ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പം ഓക്കെ, ബൈ, താങ്ക് യു.